നമസ്കാരം. ഇന്ന് ഒരു പുതിയ കേരള സ്റ്റോറിയുമായിട്ടാണ് ഞാൻ വന്നത്. അത് ഭൂമിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സർക്കാർ നിയമസഭ പാസാക്കിയ രണ്ടാം സെറ്റിൽമെൻറ്റ് നിയമത്തെക്കുറിച്ച്. ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയാൻ ശ്രമിച്ചാൽ മണിക്കൂർ കണക്കിന് വേണ്ടി വരും. നരവംശാസ്ത്രം മുന്നോട്ട് പോയതുപോലും മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യൻ്റെ പരിണാമവും വികാസവും ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് പുരോഗമിക്കുന്നത്. കറുത്തവനും വെളുത്തവനുമായി മനുഷ്യൻ വേർതിരിക്കപ്പെട്ടതും മണ്ണിൽ പണിയെടുത്തതിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു. അവൻ്റെ ജനറ്റിക്കലായ മാറ്റങ്ങൾ പോലും മണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലോകത്തെ മറ്റിടങ്ങളിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമാണ് കേരളം. ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ, ഭൂമിയുടെ മേലുള്ള അവകാശങ്ങൾ അതെല്ലാം തന്നെ തൊഴിലിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു. തൊഴിലനുസരിച്ച്, ജാതി അനുസരിച്ച് ഭൂമിയുടെ ഇനവും സ്വഭാവവും നിശ്ചയിക്കപ്പെട്ടു. 1800-കൾക്ക് മുമ്പ് ഭൂമിയുടെ ഉടമസ്ഥർ രാജാക്കന്മാർ മാത്രമായിരുന്നു. സ്വകാര്യ സ്വത്ത് സമ്പാദനം അന്ന് അന്യമായിരുന്നു. രാജാക്കന്മാർ അവർക്ക് തോന്നിയതുപോലെ ഭൂമി ദാനം ചെയ്തു. ചേര, ചോള, പാണ്ഡ്യന്മാരുടെ കാലം മുതൽ ഭൂമിക്ക് അളവോ അതിരോ ഉടമസ്ഥരോ ഉണ്ടായിരുന്നില്ല. വ്യക്തമായ ചട്ടക്കൂടില്ലാതെ രാജാവിൻ്റെയും നാടുവാഴികളുടെയും സേവകർക്കും പരദേവന്മാർക്കും പരദേവതകൾക്കും പിന്നെ മിഷണറിമാർക്കും പാതിരിമാർക്കും ഏതൊരു നിയന്ത്രണവുമില്ലാതെ ഭൂമിയുടെ അവകാശം ദാനമായി നൽകപ്പെട്ടു. ഭൂമിയുടെ ഭൂരിഭാഗവും രാജാവിൻ്റെ അല്ലെങ്കിൽ ജന്മികളുടെ കൈവശമായിരുന്നു. രാജാക്കന്മാർക്ക് താഴെ നാടുവാഴികൾ, അതിന് താഴെ ജന്മിമാർ, പിന്നെ കുടിയാന്മാർ, കുടിയാന്മാർക്ക് താഴെയാണ് യഥാർത്ഥ കർഷകർ. കൈവശക്കാർക്കും കർഷകർക്കും ഭൂമിയിൽ ഒരു അവകാശവുമില്ലാത്ത കാലം. അത്യന്തം അപരിഷ്കൃതവും അരാജകത്വം നിറഞ്ഞതുമായ ഫ്യൂഡൽ വ്യവസ്ഥയിൽ കർഷകർ വെറും കുടിയാന്മാർ മാത്രമായിരുന്നു. രാജാവോ ജന്മിയോ വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഭൂമിയിൽ നിന്ന് കുടിയെടുക്കപ്പെടുന്നവർ. കൃഷിയിൽ എത്ര അധ്വാനിച്ചാലും അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയാത്ത സാഹചര്യം. പാട്ടം പിരിക്കുന്ന നാടുവാഴികൾ അതാത് പ്രദേശങ്ങളിലെ കോടതിയും പോലീസുമായി. പണിയെടുക്കുന്ന കർഷകർക്ക് ഭൂമിയിൽ ഒരു അവകാശവുമില്ല. നികുതി പിരിക്കുന്നതിനും അധികാര സ്ഥാപനത്തിനും വേണ്ടി നിലകൊണ്ട മനുഷ്യത്വരഹിതമായ ഫ്യൂഡൽ സംവിധാനം കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയെ ഇത് അപരിഷ്കൃതമാക്കി. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ കുരുമുളക്, ഇഞ്ചി തുടങ്ങിയ വാണിജ്യ വിളകൾക്ക് വിദേശ വിപണികളിൽ പ്രിയം കൂടി. എന്നാൽ ഭൂമിയിൽ ഉടമസ്ഥാവകാശമില്ലാത്ത കർഷകർ പുതിയ കൃഷി ഇറക്കാൻ മടിച്ചു. കർഷകരെ ഭൂമിയുടെ നാമമാത്ര ഉടമകളാക്കിയാൽ അവർ കൂടുതൽ കൃഷി ചെയ്യുമെന്നും അതുവഴി സർക്കാരിന് കൂടുതൽ നികുതി ലഭിക്കുമെന്നും ഭരണാധികാരികൾ കണക്കുകൂട്ടി. ഭൂമി രാജാക്കന്മാരുടേതാണ് എന്ന സങ്കല്പത്തിൽ നിന്ന് അത് ജനതയുടേതാണ് എന്ന നിലയിലേക്ക് സാവധാനം മാറ്റം വന്നു. പക്ഷേ ആ ജനതയിൽ സാധാരണ മനുഷ്യരുണ്ടായിരുന്നില്ല. പൗരപ്രമുഖരും ജന്മിമാരും പുരോഹിതന്മാരും അത്യാവശ്യം കർഷക പ്രഭുക്കളുമായിരുന്നു അക്കാലത്തെ ജനത. അവർ മാത്രമായിരുന്നു ഭൂമിയുടെ അവകാശികൾ. രാജാക്കന്മാർക്കും നാടുവാഴികൾക്കും പണം സ്വരൂപിക്കാനുള്ള മാർഗം ഭൂമിമേലുള്ള നികുതി ചുമത്തുകയായിരുന്നു. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക വഴി കൂടുതൽ നികുതി അവർക്ക് കിട്ടിത്തുടങ്ങി. ഭൂമിയിൽ നിന്ന് കൂടുതൽ നികുതി പിരിക്കുന്നതിന് അവർക്ക് അളവുകൾ വേണ്ടി വന്നു. വസ്തുക്കളുടെ അളവുകൾ എടുക്കുക പ്രധാനപ്പെട്ടൊരു ദൗത്യമായി മാറി. പഴയകാലത്ത് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അവിടുത്തെ വസ്തുവിവരങ്ങൾ, മരങ്ങളുടെ എണ്ണം, വിളവ്, സ്ഥലത്തിൻ്റെ വിസ്തൃതി എന്നിവയെല്ലാം ചോദിച്ചറിഞ്ഞ് രേഖപ്പെടുത്തുന്ന രീതിയായിരുന്നു അത് കേട്ടെഴുത്ത് എന്ന രീതിയിൽ അറിയപ്പെട്ടു. AD 1000 മുമ്പ് തന്നെ ചേര രാജാക്കന്മാരുടെ കാലത്ത് ഇത്തരം രീതികൾ നിലനിന്നിരുന്നതായി ചരിത്രം പറയുന്നുണ്ട്. AD 1739 അതായത് കൊല്ലവർഷം 914 മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് വിപുലമായ രീതിയിൽ കേട്ടെഴുത്ത് നടന്നത്. ഇത് 914 കേട്ടെഴുത്ത് എന്നറിയപ്പെട്ടു. തുടർന്ന് 1802 അതായത് കൊല്ലവർഷം 977 വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിലും കേട്ടെഴുത്ത് തുടർന്നു. കേട്ടെഴുത്ത് രീതിയിൽ ഉടമസ്ഥർ നൽകുന്ന വിവരങ്ങൾ കൃത്യതക്കുറവുണ്ടായതിനാണ് പിന്നീട് കണ്ടെഴുത്ത് എന്ന രീതിയിലേക്ക് സർവേ മാറിയത്. ആധുനിക സർവേ ആരംഭിച്ചത് 1883 തിരുവിതാംകൂറിൽ ശ്രീ വിശാഖം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ്. അന്ന് ശാസ്ത്രീയമായി വിവരങ്ങൾ ശേഖരിച്ച് വെച്ച് അതൊരു റെക്കോർഡിക്കലായി മാറ്റുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അത് ഔദ്യോഗിക രേഖയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയും വേലുത്തമ്പി ദളവയും സാമൂതിരിമാരും മില്യലോകനുമെല്ലാം പല ഘട്ടങ്ങളിലായി ഈ ഭൂമിയുടെ അളവുകൾ കൃത്യതപ്പെടുത്താൻ പല ശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങൾക്കൊന്നും പക്ഷേ കേരളത്തിലെ ജന്മിത്വം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. ജന്മിത്വത്തിന് കൂടുതൽ ശക്തി പകരാനാണ് ഇതുകൊണ്ട് കഴിഞ്ഞത്. രാജ്യത്ത് ജനാധിപത്യം സ്ഥാപിക്കപ്പെട്ട വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ അവകാശം ജന്മികളായി മാത്രം ഒതുങ്ങിയിരുന്നു. അതിനൊരു അറുതി വന്നത് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതിലൂടെയാണ്. ആദ്യ സെറ്റിൽമെൻറ്റ് പൂർത്തിയാക്കിയിട്ട് 104 വർഷം കഴിഞ്ഞിരിക്കുന്നു. 1886 ആരംഭിച്ച സർവേ പ്രവർത്തനം 1922 കേരളത്തിൽ, മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും പൂർത്തിയായത്. 1922 ആ സെറ്റിൽമെൻറ്റ് അന്ന് നടപ്പിലായി. ആ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞ് ആ സെറ്റിൽമെൻറ്റ് പ്രകാരമുള്ള സർവേ റെക്കോർഡുകളാണ് യഥാർത്ഥത്തിൽ ഇന്നും റവന്യൂ വകുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആധികാരിക ഭൂരേഖ. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കേരള സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ പരിഷ്കാരങ്ങളിലൊന്നായിരുന്നു കേരള കാർഷിക ബന്ധ ബിൽ.
നമുക്കെല്ലാവർക്കും അറിയാവുന്ന കേരള അഗ്രിഗേറിയൻ റിലേഷൻ റൂൾ എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായ ജന്മിത്വം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും അധികം ഉപകാരപ്പെട്ട നിയമം കുടിയിറക്ക് നിരോധനം നടപ്പിലാക്കിയോടുകൂടി ഭൂമിയിന്മേൽ ജന്മിക്ക് മാത്രമല്ല കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും അവകാശമുണ്ടെന്ന് തീർച്ചപ്പെടുകയായിരുന്നു. 1957 നിയമം പാസ്സാക്കിയെങ്കിലും പിൽക്കാലത്ത് പല രാഷ്ട്രീയ തടസ്സങ്ങളും നിയമ പോരാട്ടങ്ങളും നേരിടേണ്ടി വന്നു. ആ ബില്ലിന് ഒടുവിൽ 1970 അച്യുതമേനോൻ്റെ ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയുള്ള ഇടപെടലാണ് സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ നടപ്പിലാക്കുവാൻ ഇടയായത്. ഭൂമി കൃഷി ചെയ്യുന്നവന് എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കുവാൻ ഈ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ സാധിച്ചു. കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. അതിനു മുമ്പ് തന്നെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുക 1970-കൾക്ക് മുമ്പ് തന്നെ 1966 റീസർവേ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയോടുകൂടി അതിൻ്റെ ഒരു ഘട്ടം, അതിൻ്റെ ഭൂരേഖകൾ കാതലായ മാറ്റം വന്നു. മലബാർ ലാൻഡ് രജിസ്ട്രേഷൻ ആക്ട് പിൻവലിക്കിയതോടുകൂടി വിസ്തീർണത്തിനനുസരിച്ച് ഭൂനികുതി സ്വീകരിക്കുന്ന നിയമം മലബാറിൽ നടപ്പിലാക്കി. പക്ഷേ റീസർവേ പ്രവർത്തനത്തിൽ ഇതൊന്നും കാര്യമായ ചലനം സൃഷ്ടിച്ചില്ല. റീസർവേ പ്രവർത്തനം അതേപടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ മാറ്റങ്ങളൊന്നും, ഭൂപരിഷ്കരണ നിയമത്തിൻ്റെതായ മാറ്റങ്ങളോ മലബാർ ലാൻഡ് രജിസ്ട്രേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ മാറ്റങ്ങളോ നമ്മൾ റീസർവേ റെക്കോർഡുകളിൽ കൊണ്ടുവരുവാൻ റീസർവേ പ്രവർത്തനത്തിന് കഴിഞ്ഞില്ല. 1966 ആരംഭിച്ച റീസർവേക്ക് ആകെ 951 വില്ലേജുകൾ മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതായത് ഏകദേശം 60% വില്ലേജുകളിൽ ഇന്നും ഭൂമിയുടെ അവകാശികളെ നിശ്ചയിക്കുന്ന ആധികാരിക രേഖ അങ്ങനെ 1922 തയ്യാറാക്കിയ ഒന്നാം സെറ്റിൽമെൻറ്റ് രേഖയായി തുടരുകയാണ്. രണ്ടാമതൊരു സെറ്റിൽമെൻറ്റ് നടത്താൻ സർക്കാരുകൾ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇവിടെയാണ് ഈ സർക്കാർ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പുതിയൊരു കേരള സ്റ്റോറി രചിക്കുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നൊരു പ്രഖ്യാപനം നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി നടത്തിയപ്പോൾ നമ്മളെല്ലാം അതിശയപ്പെട്ടു. കേരളത്തെ പോലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങളുള്ള ഭൂപ്രകൃതി, വളർന്നിട്ട് തീരാത്ത റീസർവേ പ്രവർത്തനം, വനഭൂമിയിലെ കർശനമായ കേന്ദ്ര നിയമങ്ങൾ, മുൻ സർവേകളിലെ തെറ്റുകൾ സൃഷ്ടിച്ച നൂലാമാലകൾ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങൾ. അവിടെയാണ് ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി ഡിജിറ്റൽ സർവേ എന്ന പുതിയ സംവിധാനത്തിലേക്ക് നമ്മുടെ അളവ് രീതികൾ മാറുന്നത്. ഇത് കേരള ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യൻ ലാൻഡ് റെക്കോർഡ് ചരിത്രത്തിൽ തന്നെ നിർണായകമായൊരു തീരുമാനമായി മാറിയിട്ടുണ്ട്. ഡിജിറ്റൽ സർവേയിലൂടെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 535 വില്ലേജുകളിലെ സർവേ പൂർത്തിയാക്കി. 8,32,000 ഹെക്ടർ ഭൂമി അളന്നു കഴിഞ്ഞു. ആകെ 35 ലക്ഷം ഭൂമിയുള്ള കേരളത്തിൽ 1/3 ഭൂമി ഇതിനകത്ത് ഉൾപ്പെട്ട് വരുന്നു. അളന്നു കഴിഞ്ഞ ഭൂമിക്കെല്ലാം ആധികാരിക രേഖ തയ്യാറാക്കാൻ സാധിച്ചു. 535 വില്ലേജുകളിൽ സർവേ ആരംഭിച്ചതിൽ 342 വില്ലേജുകളിലെ റെക്കോർഡുകളും ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന നിലയിൽ കരമടയ്ക്കാൻ പാകത്തിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. റവന്യൂ രേഖകളും സർവേ റെക്കോർഡുകളും കൈവശക്കാരുടെ പേരിൽ തയ്യാറാക്കപ്പെട്ടാലും ഭൂമിയിന്മേലുള്ള അവകാശം പൂർണ്ണമാകുന്നില്ല എന്ന് നിരവധി കോടതി വിധികളുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബൗണ്ടറീസ് വിൽ പ്രിവെയിൽ ഓവർ എസ്റ്റന്റ് എന്ന തത്വം നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പഴയ കാലത്തെ സർവേ ഉപകരണങ്ങളിൽ തെറ്റുവരിക സ്വാഭാവികമാണ്. ഉപഗ്രഹത്തിൻ്റെ സഹായത്തോടെ തയ്യാറാക്കുന്ന ശാസ്ത്രീയ ഡിജിറ്റൽ സർവേ വളരെ സൂക്ഷ്മമായി കൃത്യതയോടുകൂടി അതിരുകൾ നിശ്ചയിച്ച് റെക്കോർഡുകൾ തയ്യാറാക്കിയപ്പോഴാണ് നേരത്തെ അളന്നിരുന്ന ഭൂമികളിൽ പകുതിയിലധികം കൈവശങ്ങളിലും വിസ്തീർണ വ്യത്യാസം ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടത്. ഏകദേശം 50 ലക്ഷത്തിൽ പരം വിസ്തീർണ വ്യത്യാസമാണ് ഡിജിറ്റൽ സർവേ പൂർത്തിയാകുമ്പോൾ ഉണ്ടാകുന്നതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. 1922 ആദ്യ സെറ്റിൽമെൻറ്റിന് ശേഷം ഒരു സെറ്റിൽമെൻറ്റ് നടക്കാത്തതാണ് ഈ തെറ്റുകൾ ഇത്രയധികം അധികരിക്കാൻ കാരണമായത്. ഇവിടെയാണ് രണ്ടാം സെറ്റിൽമെൻറ്റ് നിയമം എന്ന് പറയുന്ന ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പുതിയ നിയമത്തിൻ്റെ പ്രസക്തി. ഈ നിയമം നിയമസഭ അംഗീകരിച്ച് ഗവർണറുടെ അംഗീകാരത്തിന് അയച്ചിരിക്കുകയാണ്. ഗവർണർ ഇതുവരെയും സാക്ഷ്യപ്പെടുത്തി നൽകിയിട്ടില്ല. ഈ നിയമം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമികൾ കോടതി വ്യവഹാരങ്ങളിലോ മറ്റ് തർക്കങ്ങളോ ഇല്ലാത്ത അതിർത്തികൾക്കകത്ത് സുരക്ഷിതമാക്കപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരള ചരിത്രത്തിലെ നിർണായകമായ ഒരു ഏടാണിത്. സ്വന്തം ഭൂമിയിന്മേലുള്ള അവകാശം മറ്റാരും കൈവശപ്പെടുത്തുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യാതെ സർക്കാർ നൽകുന്ന വലിയൊരു ഉറപ്പായി ഈ രണ്ടാം സെറ്റിൽമെൻറ്റ് നിയമത്തിലൂടെ മാറാൻ കഴിയും. ഇതോടുകൂടി ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം നമ്മിൽ നിന്നും സർക്കാരിലേക്ക് മാറുകയാണ്. നമ്മൾ മാത്രമല്ല ഭൂമിയെ സംരക്ഷിക്കേണ്ടത്, സർക്കാരും കൂടിയാണ് എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തത്തിലേക്ക് നമ്മുടെ ഭൂമികളെല്ലാം മാറുന്നു. ജനങ്ങളുടെ ജീവന് മാത്രമല്ല സ്വത്തിൻ്റെയും സംരക്ഷണം സർക്കാരിൻ്റെ കടമയാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ ഈ നിയമത്തിലൂടെ നടപ്പിലാക്കപ്പെടുകയാണ്. ജനാധിപത്യ ഭരണം ലഭിച്ച് 3/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നടപ്പിലാക്കാൻ സാധിക്കാതിരുന്ന ഒരു ചരിത്ര ദൗത്യമാണ് ഈ നിയമം പ്രാവർത്തികമാകുന്നതോടുകൂടി നമുക്ക് അനുഭവവേദ്യമാകുന്നത്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇച്ഛാശക്തിയോട് ഇടപെടലാണ് ഭൂപരിഷ്കരണത്തിന് ശേഷം
ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെടുന്ന ഏറ്റവും വ്യക്തമായ ഭരണകൂട ഇടപെടലായി രണ്ടാം സെറ്റിൽമെൻറ്റ് നിയമം മാറുന്നത്. എന്നാൽ ഈ നിയമവും ജനങ്ങൾക്ക് അനുഭവേദ്യമാകാൻ നമ്മുടെ ഗവർണർ തടസ്സം നിൽക്കുന്നു എന്നത് ഖേദകരമാണ്. അടിയന്തരമായി തന്നെ ഗവർണർ ഈ നിയമത്തിന് അംഗീകാരം നൽകണം. ജനങ്ങളുടെ സ്വത്തിനുള്ള ഏറ്റവും വലിയ ഉറപ്പാണ് സർക്കാർ ഈ നിയമത്തിലൂടെ പ്രഖ്യാപിക്കുന്നത്.